നാസർ അവിടുന്ന് ഞാൻ നിങ്ങളൊക്കെ ഗൾഫേറാണ്. നമ്മളവിടെ കഷ്ടപ്പെട്ടാണ്ട് പണിയെടുത്താണ്ട് നമ്മളെ കുട്ടികളെ പഠിപ്പിച്ചാൻ വേണ്ടി പൈസ അയച്ചു കൊടുക്കണം. നമ്മളെ കുട്ടികളെ എങ്ങോട്ട് പോകണു എന്ത് ചെയ്യണം നമ്മളറിയില്ലല്ലോ. നിങ്ങളറിയണ്ട നിങ്ങളെ കുട്ടിയാണ്ട് പോകണെന്ന്? ഇന്റെ കുട്ടിയല്ല മനസ്സാ. ഞാൻ നിങ്ങളോട് പറയാ, നിങ്ങളെ മോനുണ്ടല്ലോ, മോനിപ്പോ ഈ ഡേറ്റ് മറ്റേ MDM അല്ലേ പറഞ്ഞാൽ എന്നോട്, MDM അല്ലേ അത് ഉപയോഗിക്കലുണ്ട്, പിന്നെ വിൽക്കണുണ്ട്. ആ ചെങ്ങായിമാരപ്പം 24 മണിക്കൂറും. പിന്നെ ഓൻക്ക് ബൈക്ക് മൊബൈല് ഓൻ്റെ എത്ര പൈസ വെച്ചിരിക്കും നിങ്ങൾ ഗൾഫ് പോയാൽ ഉണ്ടാക്കാൻ കഴിയൂല. അങ്ങനത്തെ നിങ്ങളൊരു കാര്യം ചെയ്യ്, നിങ്ങളെ മോനെ ശ്രദ്ധിക്കണം കേട്ടാ. ഞാൻ നിങ്ങളായതുകൊണ്ട് പറയണം. ഇന്റെ മോനോ? നിങ്ങളെ മോനെ എന്തേ അനക്കുണ്ടോ കാറ്റ് പഠിച്ചോനെ? ഞാൻ അഞ്ച മോനെ വളർത്തിയ മാറില്ല. നമ്മൾ സ്കൂളിൽ കളിച്ച നാടകം അത് വളരെയധികം നല്ലൊരു മോട്ടിവേഷനായിരുന്നു. കാരണം ഈ അടുത്ത കാലത്താണ് നമ്മൾ പത്രമാധ്യമങ്ങളിലെല്ലാം ലഹരിയുടെ ഉപയോഗം കൊണ്ട്, പണ്ടൊക്കെ നമ്മൾ ലഹരി ഉപയോഗിക്കാറുണ്ടായിരുന്നു, പക്ഷേ സ്വന്തം മാതാവിനെയും സ്വന്തം പിതാവിനെയും അടിച്ചു കൊല്ലുന്നൊരു വാർത്ത അത് നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മളത് കേട്ടുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത്രയും അധികം ലഹരിയുടെ ഉപയോഗം വർദ്ധിച്ചു കൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ച് പണ്ടൊക്കെ നമ്മൾ കള്ളുകൂടി അല്ലെങ്കിൽ മദ്യപാനമായിരുന്നുവെങ്കിൽ ഇന്ന് ഒന്നുമല്ലാത്ത രീതിയിൽ MDM പോലുള്ള മാരകമായ മയക്കുമരുന്നുകൾ, ഇപ്പോൾ അടുത്ത കണക്ക് റിപ്പോർട്ട് പ്രകാരം സ്ത്രീകൾ വരെ ഇത്തരം മാരകമായ MDM പോലുള്ള മാരകമായ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ള വാർത്തയാണ് പ്രധാനമായിട്ടും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അത്തരം ഒരു സന്ദർഭത്തിൽ ഇത്തരം ഈ നാടകം അത് നമുക്ക് ഒരു എന്താ പറയുക നല്ലൊരു മോട്ടിവേഷനും നമ്മൾക്ക് തന്നെ അതൊരു ഗുണപാഠം കൂടിയാണ്. നമ്മളെ മക്കളെ എല്ലാവർക്കും നമ്മുടെ മക്കൾ പ്രധാനമായിട്ടും നല്ല കുട്ടികളായിരിക്കും, പക്ഷെ നമ്മുടെ മക്കളുടെ കൂട്ടുകെട്ട് അതെല്ലാം നമ്മൾക്ക് ഒന്നും കൂടി ഒരു ഉൾക്കാഴ്ച, നമ്മുടെ മക്കളുടെ ആ ഒരു കൂട്ടുകെട്ട് നമ്മൾ ശ്രദ്ധിക്കണം ഉള്ളതെല്ലാം നമുക്ക് ഈ നാടകത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചു എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും ഇത്തരം നാടകങ്ങളും അല്ലെങ്കിൽ ഇത്തരം ലഹരിക്കെതിരെയുള്ള പ്രചരണങ്ങൾ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടതുണ്ട്. ഇത്തരം നാടകം സംഘടിപ്പിച്ച പ്രത്യേകിച്ച് ഈ ഒരു അവസരത്തിൽ അതിലൊക്കെ എല്ലാ അണിയറ പ്രവർത്തകർക്കും 1000 നന്ദിയും അതേപോലെ തന്നെ എല്ലാവിധ ആശംസകളും ഈ അവസരത്തിൽ നേടുകയാണ്. അതേതായാലും നന്നായി. നമ്മള് ചോറിനാ വെക്കാണ്ട്. ഞാൻ പുറത്തേക്ക് കണ്ടു വരട്ടോ. എന്തെങ്കിലും തിന്നിട്ട് പോടാ. വേണ്ട, ഞാൻ പോണ ബൈക്കൊന്ന് പുറത്തുനിന്ന് നിന്നോണ്ട്. കുട്ടിന്റെ കഴുത്തിൽ പൈസ ഉണ്ടാവും പുറത്തുനിന്ന് തിന്നാന്. പിന്നെ ഏതായാലും നിങ്ങളെ മാതിരി പേരന്റെ ഒത്ത് ഇങ്ങനെ ഇരിക്കലാ. നിങ്ങളിവിടെ വന്നാണേ നമ്മൾ ചോറുന്നാ. ഞാൻ കുളിക്കാൻ പോവാട്ടാ. ഊണെടുത്ത് വെച്ചിട്ടുണ്ട് ട്ടാ, കഴിച്ചോളൂട്ടാ. ആമിന, ആ കൊലായിലെ ലൈറ്റ് ഒന്ന് ഓഫാക്കിക്കാളെ.